മറ്റൊരു T20 ലോകകപ്പ് കൂടി വന്നെത്തിയിരിക്കുകയാണ്. യുഎസിലെ ഡാലസിൽ USA കാനഡ മത്സരത്തോടു കൂടിയാണ് 9ാമത്തെ ലോകകപ്പിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. യുഎസിന് പുറമെ വെസ്റ്റ് ഇൻഡീസും ലോകകപ്പിന് ആതിഥേയത്വം അരുളുന്നുണ്ട്. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ USA 7 വിക്കറ്റിന് കാനഡയെ പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത കാനഡ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിന് 194 റൺസാണ് നേടിയത്. നവനീത് ദലിവാൾ, നിക്കോളസ് ക്രിട്ടൺ എന്നിവർ അർദ്ധ സെഞ്ചുറി നേടി. മറുപടി ബാറ്റിംഗിൽ 17.4 ഓവറിൽ USA ലക്ഷ്യം മറികടന്നു. USAക്ക് വേണ്ടി ആരോൺ ജോൺസ് 40 പന്തിൽ പുറത്താകാതെ 94 റൺസ് നേടി. T20 ലോകകപ്പിന്റെ ചരിത്ര താളുകളിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ അനവധി കണ്ണഞ്ചിപ്പിക്കുന്ന നെഞ്ചിടിപ്പേറ്റുന്ന സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് 2007 പ്രഥമ ലോകകപ്പ് എന്നെന്നും ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. ചിരവൈരികളായ പാകിസ്ഥാനെതിരെ ഫൈനലിൽ ഇന്ത്യ നേടിയ വിജയം ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് ഓരോ ക്രിക്കറ്റ് പ്രേമികളുടെയും ഓർമ്മകളിൽ. ജോഗീന്ദർ ശർമ്മയുടെ അവസാന ഓവറിൽ 3ാം പന്ത് ഉയർത്തിപ്പിടിച്ച പാക് ബാറ്റ്സ്മാൻ മിസ്ബാ ഉൽ ഹക്കിനെ ശ്രീശാന്ത് പിടിച്ച് പുറത്താക്കുന്ന ദൃശ്യം തീർത്തും അവിശ്വസനീയമായി മാത്രമേ കണ്ടു നിൽക്കാനാവുള്ളൂ. ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിയെ സംബന്ധിച്ചും ഏറ്റവും വിലപ്പെട്ട നിമിഷമാണത്. എന്നാൽ ഇന്നിവിടെ പറയുന്നത് മറ്റൊരു സംഭവത്തെക്കുറിച്ചാണ്. സെപ്റ്റംബർ 19, 2017 ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിലെ കിംസ് മീറ്റ് സ്റ്റേഡിയം. സൂപ്പർ 8ലെ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. സേവാഗും ഗംഭീറും സ്വപ്ന സമാനമായ തുടക്കമാണ് ഇന്ത്യക്ക് നൽകിയത്. ആദ്യ വിക്കറ്റിൽ നിശ്ചിത 14.4 ഓവറിൽ ഇരുവരും 134 റൺസ് കൂട്ടിച്ചേർത്തു. ഇരുവരും മടങ്ങിയ ശേഷം ഇന്ത്യൻ സ്കോർ പതിയെ ഇഴയാൻ തുടങ്ങി. 17ാം ഓവറിൽ റോബിൻ ഉത്തപ്പയും മടങ്ങി. തുടർന്ന് ക്രീസിലെത്തിയ യുവരാജ് സിംഗ്. ബാക്കിയുള്ളത് ചരിത്രം. ക്യാപ്റ്റൻ MS ധോണി കാഴ്ചക്കാരനാക്കിയ പന്തുകൾ നിലം തൊടാതെ ഗാലറി കടത്തുമ്പോൾ ആ ലോകകപ്പിലെ ഇന്ത്യൻ പ്രതീക്ഷകളെ വാനോളം ഉയർത്തുകയായിരുന്നു അയാൾ ചെയ്തത്. അയാളുടെ ആ പ്രകടനത്തിന് നിമിത്തമായത് ഇംഗ്ലണ്ട് താരം ആൻഡ്രൂ ഫ്ലിൻടോഫ് ആണ്. കളിക്കളത്തിൽ സ്ലഡ്ജിങ്ങിന് പേരുകേട്ട ഫ്ലിൻടോഫിന് ഇതിനു മുന്നേയും ചുട്ട മറുപടി ഇന്ത്യൻ താരങ്ങൾ കൊടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ദാദാ സൗരവ് ഗാംഗുലി. എന്നാൽ ഇത്തവണ ഫ്ലിൻടോഫ് കൊമ്പ് കോർത്തപ്പോൾ ഇരയായത് ടീമിലെ പുതുമുഖ താരമായ സ്റ്റുവർട്ട് ബ്രോഡാണ്. 19ാം ഓവറിന് മുന്നേയുള്ള ഇടവേളയിൽ ഫ്ലിൻടോഫും യുവരാജും വാക്കുതർക്കത്തിലേർപ്പെട്ടു. അമ്പയർ ഇരുവരുടെയും ഇടയിൽ നിൽക്കുന്നു. MSD യുവരാജിനെ പിടിച്ചു മാറ്റുന്നു. കമന്ററി ബോക്സിൽ രവിശാസ്ത്രി സംഭവങ്ങൾ അവലോകനം ചെയ്തു. സ്റ്റുവർട്ട് എറിഞ്ഞ ആദ്യ പന്ത് 100 മീറ്റർ അകലെയാണ് പോയി പതിച്ചത്. തന്റെ അഗ്രഷൻ മുഴുവൻ ബാറ്റിൽ ആവാഹിച്ചായിരുന്നു യുവരാജിന്റെ ആ ഷോട്ട്. 2ാം പന്തിലും മാറ്റമൊന്നും ഉണ്ടായില്ല. ഒരു ഫ്ലിക്കിലൂടെ അടുത്ത 6. 3ാമത്തെ പന്ത് ലോങ് ഓഫിന് മുകളിലൂടെയാണ് ഗാലറിയിലേക്ക് എത്തിയത്. ബ്രോഡ് റൗണ്ട് ദ വിക്കറ്റ്, ഓവർ ദ വിക്കറ്റ് മാറി മാറി പരീക്ഷിച്ചെങ്കിലും മാറ്റമൊന്നും ഉണ്ടായില്ല. 4ാം പന്ത് ബാക്ക് ഫുട്ട് പോയിന്റിലൂടെ, 5ാം പന്ത് സ്ക്വയർ ലെഗിലൂടെയും അയാൾ സിക്സറിന് പറത്തി. ഇതോടുകൂടി അതിസമ്മർദ്ദത്തിലായ ബ്രോഡിന് മുന്നിൽ ഓവർ തീർക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവസാന പന്തിൽ എന്താകുമെന്നുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. രവിശാസ്ത്രിയുടെ കമന്ററി അത് കൂടുതൽ ഉദ്വേഗമുള്ളതാക്കി. ബ്രോഡിനെ വീണ്ടും പിഴച്ചു. യുവരാജ് ചരിത്രത്തിലേക്ക് നടന്നു കയറി, കൂടെ ഇന്ത്യയും. ഒരു ഓവറിൽ 36 റൺസ്, 6 പന്തിൽ 6 സിക്സ്, 12 പന്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ യുവരാജിന്റെ പേരിലാണ് ഇപ്പോഴും T20 ലോകകപ്പിലെ അതിവേഗ അർദ്ധ സെഞ്ചുറിയുടെ റെക്കോർഡ്. 16 പന്തിൽ 58 റൺസാണ് യുവരാജ് ആ മത്സരത്തിൽ നേടിയത്. 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടപ്പെടുത്തിയ ഇന്ത്യ 218 റൺസ് നേടിയപ്പോൾ ഇംഗ്ലണ്ടിന് 6 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. ടൂർണമെന്റിലുടനീളം മികച്ച ഫോമിലായിരുന്ന യുവരാജ് സിംഗിന്റെ പ്രകടനം ഇന്ത്യ കപ്പ് നേടുന്നതിൽ ഏറെ നിർണായകമായി. ഈ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ നിന്നും അത്തരത്തിലുള്ള മികച്ച പ്രകടനങ്ങൾക്കായാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ മത്സരം ജൂൺ 5 അയർലൻഡിനെതിരെയാണ്.